ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നൊരു കുഞ്ഞ് റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞ് റെസിപ്പി എന്നൊന്നും പറയാനില്ല. നിച്ചുക്കുട്ടന് ക്രീം ബണ്ണ് ഇഷ്ടമാണ് കേട്ടോ. ബട്ടർ ക്രീം ബണ്ണുണ്ടല്ലോ, അത് ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് നിന്ന സംഭവമല്ലേ. അപ്പോൾ ഞാൻ ആ ട്രെൻഡിങ് ആയി നിന്ന സമയത്ത് ഞാൻ നിച്ചുക്കുട്ടനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിച്ചുക്കുട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിച്ചുക്കുട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞ് ബട്ടർ ക്രീം ബണ്ണ് നാളെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ. എന്താണ്, നമുക്ക് സിമ്പിളാണ് കേട്ടോ, ഒരുപാട് പണിയൊന്നുമില്ല അതിലേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പൊടിച്ചെടുക്കാനാണ് കേട്ടോ. അത് നല്ലോണം പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മറ്റേ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടോ. അത് ഇപ്പം ഞാൻ ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ലൂസ് ഇങ്ങനെ നമ്മൾ ടിന്നിലേക്ക് മേടിക്കാം. 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ, ഒരു 3-4 ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ പാല്. അത് നല്ല നമ്മൾ അരച്ച് കഴിയുമ്പോൾ കട്ടിയായിട്ടാണ് വന്നെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ കൂടിയും ഒഴിച്ചു കൊടുത്തായിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്രീം രൂപത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ക്രീം അങ്ങനെ നല്ല സെറ്റായിട്ടിരിക്കേണ്ട കേട്ടോ. കണ്ടോ, നല്ല രസത്തിലേക്കാണ്, നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നമ്മുടെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഇരിക്കില്ല അതേപോലെ കേട്ടോ. പിന്നെ ബണ്ണ് നമ്മൾ പിന്നെ മേടിച്ചതാണ് കേട്ടോ, ഉണ്ടാക്കണതല്ല. ബണ്ണൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഇതൊക്കെ നമുക്കൊരു തട്ടിക്കൂട്ടിലല്ലേ. പിള്ളേർക്കുടെ വിശപ്പും മാറും, നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും കേട്ടോ. അപ്പോൾ എന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്രീമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തോണ്ടി തിന്നുകൊണ്ടിരിക്കാം. ഇവിടെ നിച്ചുക്കുട്ടനെയൊക്കെ ചുമ്മാ എടുത്ത് തോണ്ടി തിന്നുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കൊരു ബണ്ണെടുത്ത് നടുവേ ഒന്ന് മുറിക്കാം. ഇപ്പം മുറിച്ച ബണ്ണൊക്കെ ഇപ്പോൾ കിട്ടും. എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ, അവിടെ ഉണ്ടായിരുന്നു, തീർന്നു പോയതാണെന്ന് പറഞ്ഞ് ഞാനൊരു ബണ്ണെടുത്ത് ജസ്റ്റ് നടുക്കൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ക്രീം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലോണം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നിച്ചുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്രീം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവനക്ക്. അപ്പോൾ ഇന്നലെയാണ് കേട്ടോ അവൻ പറഞ്ഞത്. ഇന്നലെയല്ലേ നമ്മൾ അവൻ്റെ വീഡിയോ ഇട്ട്, അന്നാണ് കേട്ടോ അവൻ എന്നോട് പറഞ്ഞത്. ഇന്നലെയാണ് പറഞ്ഞത് ക്രീം ബണ്ണ് ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. പുള്ളിക്ക് അങ്ങനെ ഒരേ തോന്നലാണ് കേട്ടോ. പുള്ളി അങ്ങനെ ഒരേ തോന്നലോ ഒന്നും നമ്മളോട് ഇങ്ങനെ പറയുകയൊക്കെയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രീമൊക്കെ ഫില്ല് ചെയ്ത് കണ്ടോ, അങ്ങനെ അടച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഇങ്ങനെ പുറത്തോടെ ഇങ്ങനെ ഒഴുകും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരിടക്ക് ഭയങ്കര ട്രെൻഡിങ്ങിന് എന്ന സാധനമല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിച്ചുക്കുട്ടനൊക്കെ ക്രീം ചുമ്മാ ആയിക്കോട്ടെ. അവനക്ക് ബണ്ണ് കൈ തീർന്നാലും ഇപ്പോൾ ഒരു ബണ്ണ് ഞാൻ തേച്ച് കൊടുക്കും. എന്നിട്ടത് കഴിച്ച് കഴിഞ്ഞാലും അവൻ ഈ ക്രീം ഇങ്ങനെ തോണ്ടി കഴിച്ചുകൊണ്ട് കിടക്കും. പിന്നെ നമുക്ക് ക്രീം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നാളത്തേക്കും ഉപയോഗിക്കാം കേട്ടോ. ഇന്ന് ചീത്തയായി പോകത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ വിഷയമൊന്നും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തേക്ക് കൊടുക്കാമല്ലോ എന്ന രീതിയിൽ കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കേണ്ട ക്രീം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.